സുമേഷ്, ഈ ബി.ജെ.പിയെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. അപ്പൊ അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു ബഹുമാനപ്പെട്ട മാഡം ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പില് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ വലിയ നിലയിലുള്ള പരാജയം രാജ്യത്ത് അഭിമുഖീകരിക്കും. കാരണം ഇന്ത്യ മുന്നണി എന്നത് ദേശീയ തലത്തിൽ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് രൂപീകരിച്ചത്. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇടതുപക്ഷം തന്നെ കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ വ്യത്യസ്തമായ നിലയിലാണ്. ഞങ്ങൾക്ക് അത് ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം ഞങ്ങൾക്ക് യോജിപ്പില്ല. കേരളത്തിൽ തന്നെ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി UDF എംപിമാർ സ്വീകരിച്ച നിലപാടിനോട് കടുത്ത എതിർപ്പുള്ളതാണ് ഇടതുപക്ഷം. രാജ്യ താൽപര്യത്തെ മുൻനിർത്തി ബി.ജെ.പി തുടരുന്ന അപകടകരമായ വർഗീയതയെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ പുറത്തു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ അപകടകാരിയായിട്ട് മാറാൻ പോകുന്നത് ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹിയിൽ നടപ്പിലാക്കാത്തൊരു മദ്യനയത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്. ഇത്രമേൽ ഗവൺമെന്റ് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ജനാധിപത്യ പിൻവലിച്ചു. അവരെ നിർത്തലാക്കിയതിനു ശേഷമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രൽ ബോണ്ട് ഇത്രമേൽ ശാസ്ത്രീയമായ ഒരു അഴിമതി നടത്താമെന്ന് ഇന്ത്യ ചരിത്രത്തിൽ തെളിയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാ? ബി.ജെ.പി അല്ലേ? ഒറ്റ അക്ഷരം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവർ ഇന്ത്യ മുന്നണിയിലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ CPIM ഇല്ല, CPIM അതിന്റെ ഭാഗമായിട്ടില്ല. ഒരു വാങ്ങിച്ചില്ല, ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങള് ഈ രാജ്യത്തെ ശാസ്ത്രീയമായ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ബി.ജെ.പി ഇന്ത്യയുടെ അവർ പറഞ്ഞോട്ടെ, ബി.ജെ.പി ഇന്ത്യയിലെ ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കുകയാണ്. മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം, ഞാൻ ചോദിക്കുന്നത് ആർട്ടിക്കിൾ 14 വയലേഷൻ അല്ലേ? ഈക്വാലിറ്റി ബിഫോർ ലോ. ഇന്ത്യയിൽ ഭരണഘടനയിൽ എവിടെയാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഡിവൈഡാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഡിവൈഡ്. എവിടെയാ വർഗീയത എന്ന് ചോദിച്ചില്ലേ? ഇന്ത്യയിലെ ജനങ്ങളെ ഡിവൈഡാണ്. അറേബ്യയിൽ പോയി ക്ഷേത്ര ഉദ്ഘാടനം ചെയ്തല്ലോ. ഞാൻ ചോദിക്കുന്നത് ക്ഷേത്ര ഉദ്ഘാടനം ചെയ്തില്ലേ? ഇവിടെ എന്തിനാണ് ഒരു ഡിവൈഡ് ഈ നാട്ടിൽ ഉണ്ടാക്കുന്നത്? അപ്പൊ എല്ലാവർക്കും തുല്യരായി കാണുന്നതിന് പകരം അധികാരം നിലനിർത്താൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ബി.ജെ.പി നടപ്പിലാക്കുന്ന ഈ രീതിക്കെതിരായിട്ടാണ് ദേശീയ തലത്തിൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായും ബി.ജെ.പിക്ക് നേരെ തന്നെയാണ്. അല്ല, രണ്ടുപേരും